നിങ്ങളൊരു ഡേറ്റ അനലിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നവരാണോ? അല്ലെങ്കിൽ ഒരു കരിയർ ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നല്ല പ്രോജക്ട്സ് ചെയ്യണമെന്നുള്ളത്. പക്ഷെ എന്ത് പ്രോജക്റ്റ് ചെയ്യും, എവിടെ നിന്ന് തുടങ്ങും, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. സോ പേടിക്കണ്ട, നിങ്ങളുടെ റെസ്യൂമെയിൽ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ സഹായിക്കുന്ന, ഇന്റർവ്യൂവിൽ നല്ല കോൺഫിഡൻസോടെ സംസാരിക്കാൻ കഴിയുന്ന 5 കിടിലൻ ക്യാപ്സ്റ്റോൺ പ്രോജക്ട്സ് ഐഡിയാസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ ഐഡിയ ഒരു ക്ലാസിക് വൺ ആണ്, പക്ഷെ എപ്പോഴും ഡിമാൻഡുള്ള ഒന്നാണ്. ഇ-കൊമേഴ്സ് സെയിൽസ് അനാലിസിസ്. എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻറ്റ്? കാരണം എല്ലാ കമ്പനികൾക്കും സെയിൽസ് ഉണ്ട്. ഈ പ്രോജക്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ബിസിനസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. സോ ഇതിനുള്ള ഡേറ്റ നിങ്ങൾക്ക് കാഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് ചെയ്യാനായിട്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡേറ്റ സെറ്റാണ് സൂപ്പർ സ്റ്റോർ സെയിൽസ് ഡേറ്റ സെറ്റ് പോലെയുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന പ്രോഡക്റ്റുകൾ ഏതാണ്, ഏത് മാസമാണ് സെയിൽസ് കൂടുതൽ, ഏത് സിറ്റേഴ്സിൽ നിന്നാണ് കൂടുതൽ ഓർഡറുകൾ വരുന്നത് എന്നൊക്കെ ഈ ഡേറ്റ ഉപയോഗിച്ച് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതിനായിട്ട് SQL, പൈത്തൺ, പിന്നെ പവർ BI അല്ലെങ്കിൽ ടാബ്ലോ പോലെയുള്ള ടൂൾസ് ഉപയോഗിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാഷ്ബോർഡ്സും ഉണ്ടാക്കാം. സോ ഈ ഒരൊറ്റ പ്രോജക്റ്റ് നിങ്ങളുടെ SQL, ഡേറ്റ വിഷ്വലൈസേഷൻ, ബിസിനസ് നോളജ് എന്നിവയെല്ലാം കാണിക്കാൻ ധാരാളമാണ്. രണ്ടാമത്തെ ഐഡിയ ആണ് കുറച്ചുകൂടി മോഡേൺ ആണ്. ഓക്കെ, ദാറ്റ് ഇസ് സോഷ്യൽ മീഡിയ ട്രെൻഡ് അനാലിസിസ്. ഫോർ എക്സാമ്പിൾ, ഒരു പുതിയ സിനിമ റിലീസ് ആകുമ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അഭിപ്രായം പറയുന്നത് എന്നുള്ളത് കണ്ടെത്തും. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് എന്തിനു ചെയ്യണം? കാരണം ഇന്നത്തെ കാലത്ത് കമ്പനികൾക്ക് സോഷ്യൽ മീഡിയ ഡാറ്റ വളരെ പ്രധാനപ്പെട്ടതാണ്. ട്വിറ്റർ അല്ലെങ്കിൽ റെഡിറ്റിന്റെ API ഉപയോഗിച്ച് നിങ്ങൾക്ക് ലൈവ് ഡേറ്റ എടുക്കാൻ പറ്റും. എന്നിട്ട് ആളുകളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ്, നെഗറ്റീവ് എന്നിങ്ങനെ തരംതിരിക്കാം. ഇതിനെ നമുക്ക് സെന്റിമെന്റൽ അനാലിസിസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇതാണ് സെന്റിമെന്റൽ അനാലിസിസ്. ഇതിന് പൈത്തൺ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ഈ പ്രോജക്റ്റ് നിങ്ങളുടെ പൈത്തൺ സ്കിൽസും പുതിയ തരം ഡേറ്റ കൈകാര്യം ചെയ്യാനുള്ള കഴിവും കാണിക്കും. മൂന്നാമത്തെ ഐഡിയ, ദാറ്റ് ഈസ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഷയമായിരിക്കും സിനിമ. ഓക്കെ, അതായത് മൂവി ഓർ OTT പ്ലാറ്റ്ഫോം അനാലിസിസ്. IMDb, ദ മൂവി ഡേറ്റാബേസ് പോലുള്ള സൈറ്റുകളിൽ നിന്ന് ഡേറ്റ എടുത്ത് അനലൈസ് ചെയ്യാം. ഇതൊരു രസകരമായിട്ടുള്ള പ്രോജക്റ്റ് ആണ്. ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കും എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാനും പറ്റും. സോ IMDb പോലുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ഡേറ്റ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ സാധിക്കും. സിനിമയുടെ ബഡ്ജറ്റും കളക്ഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഏത് തരം സിനിമകളാണ് കൂടുതൽ വിജയിക്കുന്നത്? ഏത് നടനാണ് ഏറ്റവും നല്ല റേറ്റിംഗ് ഉള്ളത്? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കും. ഇതിനായിട്ട് നമുക്ക് പൈത്തൺ ഉപയോഗിക്കാം. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയി വെബ് സ്ക്രേപ്പിംഗും നമുക്കിവിടെ പരീക്ഷിക്കാം. സോ വെബ് സ്ക്രേപ്പിംഗ് ഒക്കെ പരീക്ഷിച്ചാൽ ദാറ്റ് വിൽ ബി വെരി നൈസ്. ഓക്കെ, സോ ഈ പ്രോജക്റ്റ് നിങ്ങളുടെ എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ് സ്കിൽസ് കാണിക്കാൻ ഏറ്റവും മികച്ചതാണ്. നാലാമത്തെ ഐഡിയ കുറച്ചും കൂടി സീരിയസ് ആണ്, പക്ഷെ വളരെ ഇമ്പാക്ട്ഫുൾ ആണ്. പബ്ലിക് ഹെൽത്ത് ഡേറ്റ അനാലിസിസ്. ഫോർ എക്സാമ്പിൾ, COVID-19 ഡേറ്റയുടെ ഒരു അനാലിസിസ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഇത് നിങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധതയും വലിയ ഡാറ്റാ സെറ്റുകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവും കാണിക്കുന്നു. പോലെയുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് വിശ്വസനീയമായ ഡാറ്റ നിങ്ങൾക്ക് എടുക്കാനായിട്ടും സാധിക്കും. എന്നിട്ട് ഓരോ കൺട്രീസിലും കോവിഡിന്റെ സ്പ്രെഡ് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മാപ്പിൽ വിഷ്വലൈസ് ചെയ്ത് കാണിക്കാനും പറ്റും. വാക്സിനേഷനും പുതിയ കേസുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇവിടെ പഠിക്കാം. ഇതിന് നമുക്ക് പൈത്തൺ അല്ലെങ്കിൽ പവർ BI ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സോ ഇങ്ങനെയൊരു പ്രോജക്റ്റ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ശ്രദ്ധിക്കപ്പെടും. നമ്മുടെ അവസാനത്തെയും ഏറ്റവും ഡിമാൻഡ് ആയതുമായിട്ടുള്ള ഐഡിയയാണ് നമ്മുടെ ലാസ്റ്റ് പ്രോജക്റ്റ്, കസ്റ്റമർ ചേൺ പ്രെഡിക്ഷൻ. ചേൺ എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ നമ്മുടെ സർവീസ് നിർത്തി പോകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇതൊരു ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള പ്രോജക്റ്റ്? എന്തുകൊണ്ടാണ്? കാരണം ഇത് നിങ്ങളെ ഒരു സാധാരണ ഡേറ്റ അനാലിസ്റ്റിൽ നിന്ന് ഒരു പടി മുകളിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, മെഷീൻ ലേണിംഗിന്റെ ഒരു ചെറിയ ഭാഗം കൂടി ഇതിൽ വരുന്നുണ്ട്. കാഗിളിൽ നിന്ന് ടെലികോം കസ്റ്റമർ ചേൺ എന്നുള്ള ഒരു പേര് നമ്മൾ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ സെറ്റ്സ് നമുക്ക് ഒരുപാട് കിട്ടും. സോ കമ്പനി വിട്ടുപോകുന്നവരുടെ സ്വഭാവങ്ങൾ ഇവിടെ പഠിച്ച് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവർ പോകുന്നത് എന്ന് നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കും. ഭാവിയിൽ ആരെല്ലാം പോകാൻ സാധ്യതയുണ്ട് എന്ന് പ്രവചിക്കുന്ന അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ മോഡൽ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കും. സോ ഇത് നിങ്ങളുടെ റെസ്യൂമെയിൽ വെച്ചാൽ നിങ്ങൾക്ക് ഡേറ്റയെ പറ്റി ഇൻഡെപ്ത് നോളജും ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നും നമുക്കിവിടെ പ്രൂവ് ചെയ്യാം. അപ്പോൾ ഈ 5 ഐഡിയകൾ നിങ്ങളുടെ കയ്യിലുണ്ട്.
സോ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ചെയ്തു നോക്കുക, റെസ്യൂമേയിൽ ആഡ് ചെയ്യുക. പക്ഷെ ഒരു കാര്യം മാത്രം മറക്കരുത്, പ്രോജക്റ്റ് ചെയ്തതിൽ മാത്രം പോരാ, അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനും പഠിക്കണം. സോ ഒരു ബോണസ് ടിപ്പും കൂടിയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രോജക്റ്റിന്റെയും കോഡുകൾ ഗിറ്റ്ഹബിൽ അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ റെസ്യൂമേയിൽ ഗിറ്റ്ഹബിന്റെ ലിങ്ക് തീർച്ചയായിട്ടും വെക്കേണ്ട ഒന്നാണ്. ആൻഡ് ഓർക്കുക, ടൂൾസ് പഠിക്കുന്നതിനേക്കാൾ പ്രധാനം നല്ല ചോദ്യങ്ങൾ ചോദിച്ച് അത് ഡേറ്റ വെച്ച് ഉത്തരം കണ്ടെത്തുന്നതിലാണ്. സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഏത് പ്രോജക്റ്റ് ആണ് നിങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നത്? താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ വീണ്ടും കാണാം. സോ അതുവരെ ഹാപ്പി ലേൺ.